തൊട്ടരികിലായി ഈ കാണുന്നത് റഫാൽ വിമാനമാണ്. പെഹൽഗാമിൽ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് ഈ റഫാൽ യുദ്ധ വിമാനങ്ങളിലൂടെയാണ് ഇന്ത്യ പലിശ സഹിതം കണക്ക് തീർത്തിരിക്കുന്നത്. ഈ ഭീകരവാദത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചത് വെറുതെയല്ല. പെഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഈ രാജ്യം ശത്രു രാജ്യത്തിന്റെ ഭീകരതയുടെ വിളനിലമായ രാജ്യത്തിന്റെ ഭീകരതയുടെ അടിവേരറുക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ മുച്ചൂടും തകർത്തത് ഈ കാണുന്ന റഫാൽ യുദ്ധ വിമാനത്തിലൂടെയായിരുന്നു. ഈ റഫാൽ യുദ്ധ വിമാനത്തിൽ ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഘടിപ്പിച്ചായിരുന്നു ഈ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഒപ്പം ഹാമർ ബോംബുകളും നമ്മൾ ആ സമയം ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഈ തുടക്കത്തിൽ S-400 കുറിച്ച് പറഞ്ഞതുപോലെ S-400 റഷ്യൻ നിർമ്മിതമാണ്. സോവിയറ്റ് കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യയുമായി വലിയ പ്രതിരോധ സഹകരണം നിലനിൽക്കുന്ന രാജ്യമാണ് ഫ്രാൻസും. ഫ്രാൻസുമായും പതിറ്റാണ്ടുകളുടെ ഒരു പ്രതിരോധ വ്യാപാര ബന്ധം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ ആയുധപ്പുരകളിലെ പകുതിയിൽ കൂടുതൽ ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണെങ്കിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ഈ ഫ്രാൻസ് നിർമ്മിത ആയുധങ്ങളും നമ്മുടെ അതിർത്തി സേനയ്ക്ക് കരുത്ത് പകരുന്നുണ്ട്, നമ്മുടെ ആയുധപ്പുരകൾക്ക് ശക്തി പകരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് റഫേലിന്റെ കൂടുതൽ ഈ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് റഫാലിന് മറ്റ് വിമാനങ്ങളിൽ നിന്നുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ റഫേൽ യുദ്ധ വിമാനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല ഇന്ന് ഈ ലോകത്തെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മൾ ഈ കാണുന്ന റഫേൽ. സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ റഫേലിൽ നിന്നും തൊടുക്കുന്ന സബ് സോണിക് സ്കാൽപ് മിസൈലുകൾക്ക് സാധിക്കും. പോർ വിമാനങ്ങളിൽ നിന്നും ഇവ തൊടുത്താൽ പിന്നീട് നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വലിയ പ്രത്യേകത. കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് സാധാരണയായിട്ട് ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. 9.3 ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് നമ്മൾ ഈ കാണുന്ന ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്ന ഈ റഫാൽ യുദ്ധ വിമാനം. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. കൂടാതെ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ഇവയ്ക്ക് ശേഷിയുണ്ട്. ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും അത്യാധുനിക റഡാറും ഇതിലുണ്ട്. ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനും ഇവയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ആ സാധ്യതയാണ്, ആ കഴിവാണ് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ ചുട്ടരിക്കാൻ ഇന്ത്യ പ്രയോജനപ്പെടുത്തിയത്. ഫ്രാൻസ് വികസിപ്പിച്ചെടുത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റഫാൽ യുദ്ധവിമാനം. ഗൈഡഡ് എയർ ടു സർഫസ് യുദ്ധോപകരണം, ആംമെന്റ് എയർ സോൾ മോഡുലെയർ എന്നും ഈ ഹാമർ അറിയപ്പെടുന്നുണ്ട്. ഇതുമൊക്കെ നമ്മൾ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചതാണ്. ഹാമർ ബോംബുകളും ഒക്കെ പ്രയോഗിച്ചതാണ്. അങ്ങനെ ഈ റഫാൽ യുദ്ധ വിമാനങ്ങൾ അത് ഇന്ത്യയുടെ ആയുധശേഷിയിൽ വഹിക്കുന്ന പങ്ക്, ആയുധ ശേഖരത്തിന് നൽകുന്ന കരുത്ത് അത് വളരെ വലുതാണ്. അതിനൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പെഹൽഗാം ആക്രമണമൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് രാജ്യം റഫാൽ കരാറിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്ക് റഫാൽ കരാറുകളുണ്ട്, പക്ഷേ ഒപ്പുവയ്ക്കുന്നത് നേരത്തെ ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും പിന്നീട് ഒരു ഒപ്പിടലിലേക്ക് പോയത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയൊക്കെ ആ കഴിഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു. ഫ്രാൻസിൻ്റെ മന്ത്രി ഇവിടേക്ക് വിസിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ, ഈ പ്രതിരോധ മന്ത്രി ഇവിടേക്ക് വന്ന സമയത്തായിരുന്നു നമ്മൾ കൂടുതൽ റഫാൽ വിമാനങ്ങൾ 63,000 കോടി രൂപയുടെ ഈ കരാറിലേക്ക് രാജ്യം വീണ്ടും ഒപ്പിട്ടത്. അങ്ങനെ നമ്മുടെ ആയുധക്കരുത്ത് ഓരോ ദിവസവും കൂടുന്നുണ്ട്. അതിൽ ശത്രുവിൻ്റെ ആക്രമണം ഏതു നിമിഷവും നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തിയിൽ ഇപ്പോൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്നതിൽ ഏറ്റവും കരുത്തൻ നമ്മളിപ്പോൾ കണ്ട റഫാൽ യുദ്ധ വിമാനമാണ്. വ്യോമസേനയ്ക്ക് ഏറ്റവും കരുത്ത് പകരുന്നതും ഈ റഫാൽ യുദ്ധ വിമാനങ്ങൾ തന്നെയാണ്.